ഞാനിപ്പോൾ ഉള്ള നമ്മുടെ ആശ്രമ മൈതാനത്താണ്. ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഞാനും അതെന്താ നോക്കാൻ വന്നതാണ്. എൻ്റെ യൂണിഫോമിൽ വെച്ച ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ്, ഇന്നാണ് ഉദ്ഘാടനം. എന്താണെന്നെങ്കിൽ അറിയത്തില്ല, നമുക്ക് ഒരുമിച്ച് നോക്കാം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ കേരളം എന്ന് പറഞ്ഞ പരിപാടി നടക്കുകയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. നല്ല വെയിലുണ്ട്. ഇതിനാണെങ്കിൽ ആ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കാം. നല്ല വെയിലുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. നോക്കട്ടെ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. അകത്ത് കംപ്ലീറ്റ് ഏസിയാണ്. നല്ല രസമുണ്ട്. ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര തിരക്ക് കുറവ്. ആരുമില്ല, ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോ നോക്കാം. പിന്നെ നമ്മൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളായിരുന്നു. ഇത് നല്ല ഭംഗിയായിട്ട് കാണാൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എല്ലാം സെറ്റായി വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളത് കാണാൻ. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നുന്നു. ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. ഹട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരു വയൽ പ്രദേശവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാലം വന്നതും എല്ലാം ശരിയായി നമ്മൾ കാണാൻ രസമായിരിക്കും. മുന്നത്തെ വർഷം സരസ്മേള എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ തന്നെ ഓരോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോ സ്റ്റോളുകൾ വെച്ച് എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് താലൂക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് താലൂക്ക് സാറന്മാരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇത് റോബോട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. VR ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്തു നോക്കി. തിയേറ്ററൊക്കെ ഉണ്ട്. കൂട്ടിയിട്ടേക്കാണ്. ഞാൻ ഇവിടുന്ന് ഗെയിം കളിക്കാൻ പോവാണ്. നമ്മൾ ഇതിൽ 80 കൊല്ലിച്ച് കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ നമ്പർ കുറയുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ കട്ടി കൂടും. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ. ഞാൻ ചുമ്മാ പ്രശ്നം ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഈ മാസം 25 വരെയാണ് ഇതുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൈനിങ് ആൻഡ് ജിയോളജി, ഇവിടെ നിന്ന് പ്ലാനേഷൻ ഡയറക്ടറേറ്റ്, എല്ലാ കയർ വികസനം എല്ലാവരുടെയും വക സ്റ്റോളുണ്ട്. കണ്ടോ കേരള പ്രവാസി വകുപ്പിൻ്റെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. കുറേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. മീൻസ് സ്റ്റോളുകളുണ്ട് കാണാൻ. ആണ് ഞാൻ നോക്കിയിരുന്ന സ്റ്റോള്. കാരണം ഇത് നമ്മുടെ താലൂക്കിലെ സതീഷ് സാറും നമ്മുടെ ടീമും രാമരാജ് സാറും ഒക്കെ ഉള്ള സ്റ്റോളാണ്. നമ്മുടെ ആനവണ്ടിയിൽ പെയിൻ്റ് അടിക്കുകയാണ്. ഞാനും കയറി ഓടിച്ചു. ഞാനവിടെ ഫസ്റ്റ് ഓടിച്ചത്.
അങ്ങനെ ആ ബസ്സിൽ കയറുന്ന ഓടിച്ചത്. റൊണാൾഡോ മണിക്കൂറെടുത്ത് ഞാനിത് സോൾവ് ചെയ്തു. നിങ്ങളെ അത് കളിച്ച് നോക്കണേ. വേറെ ഗെയിംസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ സ്റ്റോറുകളാണ്. പിന്നെ സപ്ലൈക്കോടെ സ്റ്റോർ വരും എല്ലാം ഉണ്ട്. വന്യജീവി വകുപ്പുണ്ട്. സാമൂഹിക സഹായമില്ലാതെ ജീവിക്കുന്നത്, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലാതെ മനസ്സിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ ഇന്ന് ഗാനമേളുണ്ട്. യുവ ആശ്രമം കാണാൻ പറ്റുമോ? സ്ക്രീനിൽ ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം കുറേ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം കുറേ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നല്ല രസമല്ല. ഇവിടെ എല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട്. എല്ലാ സ്റ്റോറുകൾക്കും നമ്പറുണ്ട്. ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെയായിരിക്കും. വെസ്റ്റേൺ കോളേജിൽ എല്ലാ സ്റ്റോറുകളും സ്റ്റാർട്ട് ചെയ്ത് തുറന്നിട്ടുണ്ട്. പവിത്രയൊക്കെ പുറത്ത് പോയി. പുറത്ത് ഇരിപ്പുണ്ട്. സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമാണ്. നല്ല വെയിലുണ്ട്. ഭയങ്കര വെയിലാണ്. കാണാൻ വയ്യ. എനിക്ക് സ്ക്രീൻ പോലെ കാണാൻ പറ്റില്ല. ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. പറയും കണ്ടുവരാം. ഈ പ്രതിഭകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ നിലയിൽ നല്ലൊരു കയ്യിൽ കൊടുക്കാം. നമുക്ക് ഈ പ്രതിഭകളെ ഒന്ന് പരിചയപ്പെടാം. വ്യക്തിത്വ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസബിലിറ്റി ഉള്ള ആളാണ്. കൂടാതെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ഈ ഒരു പരിമിതികളൊന്നും തന്റെ പെർഫോമൻസിന്, ഡാൻസിന് ബാധകമല്ലെന്ന് തന്റെ പ്രകടനത്തിലൂടെ മൺമറഞ്ഞ മലയാള സിനിമയുടെ നിത്യഹരിത വസന്തം പ്രേം നസീർ. പെണ്ണി എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. പറ്റൂലെങ്കിൽ പോടി. മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തി സത്യൻ. രതി
ഈ പ്രതിഭകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ മീൻസ് അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു മഴക്കോളൊക്കെ ഉണ്ട്. ബാക്കി വിശേഷങ്ങൾ എന്നാണ് പറയുന്നത്.